ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. പുതിയ മന്ത്രിസഭയിൽ തൃത്താല നിയുക്ത MLA VT ബൽറാമിന്റെ പേര് പരിഗണനയിൽ. 3ാം തവണ വിജയിച്ച ബൽറാം KPCC വൈസ് പ്രസിഡന്റ് കൂടിയാണ്. 5 MLA-മാരെ നൽകിയ പാലക്കാട് ജില്ലയിൽ നിന്ന് കുറഞ്ഞത് 2 മന്ത്രിമാരെങ്കിലും ഉണ്ടാകുമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് 5 സീറ്റുകൾ നൽകിയ പാലക്കാട് ജില്ലയ്ക്ക് മന്ത്രിമാർ ആരൊക്കെയുണ്ടാകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ജനം. കോൺഗ്രസിന് 4ഉം മുസ്ലിം ലീഗിന് 1 MLA-യുമാണ് ഉള്ളത്. മന്ത്രിസ്ഥാനത്ത് തിളങ്ങാനുള്ള മികവുള്ളവരാണ് വിജയിച്ചവരെല്ലാം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ജില്ലയിൽ 2 മന്ത്രിമാർ ഉണ്ടായിരുന്നു. ഇത്തവണയും കുറഞ്ഞത് 2 മന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് സൂചന. കോൺഗ്രസിൽ VT ബൽറാമാണ് മന്ത്രിയാകാൻ കൂടുതൽ സാധ്യതയുള്ള ഒരാൾ. 3ാം തവണ വിജയിച്ച ബൽറാം KPCC വൈസ് പ്രസിഡന്റ് കൂടിയാണ്. നിയമസഭാ പരിചയമുള്ള ബൽറാമിന് സ്പീക്കർ സ്ഥാനത്തേക്കും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ബൽറാം മന്ത്രിയാകുമെന്ന് നേരത്തെ തന്നെ പ്രചാരണമുണ്ടായിരുന്നു. തുടർച്ചയായി 4ാം തവണ മണ്ണാർക്കാട്ട് നിന്ന് വിജയിച്ച മുസ്ലിം ലീഗിലെ N ശംസുദ്ദീന് മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള സാധ്യതകളേറെയാണ്. സംവരണ മണ്ഡലമായ കോങ്ങാട് നിന്ന് വിജയിച്ച KA തുളസിയാണ് മന്ത്രിസ്ഥാനം ലഭിക്കാനിടയുള്ള മറ്റൊരാൾ. പുതുമുഖമാണെങ്കിലും സംഘടനാ പ്രവർത്തനത്തിൽ ദീർഘകാല പരിചയമുണ്ട്. കഴിഞ്ഞ LDF ഭരണത്തിൽ തൃത്താലയിലെ സാമാജികനായ MP രാജേഷ് ആദ്യം സ്പീക്കറാവുകയും പിന്നീട് തദ്ദേശ സ്വയംഭരണ, എക്സൈസ്, പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയുമായിരുന്നു.